ആകാശവാണി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്ങിണി. മാറ്റത്തിന്റെ പുതുലോകം എന്ന പ്രത്യാശയുമായി ഒരു മനുഷ്യാവകാശ ദിനം കൂടി. എല്ലാ വർഷവും ഡിസംബർ 10 അന്താരാഷ്ട്ര സമൂഹം മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഓരോ വ്യക്തിക്കും അർഹവും ആവശ്യവുമായ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കി സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകമെമ്പാടും ഈ ദിവസത്തെ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. 1948 ഐക്യരാഷ്ട്രസഭ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച ദിവസത്തെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് ഡിസംബർ 10. ഈ ദിവസത്തെ മനുഷ്യാവകാശ ദിനമായി അംഗീകരിക്കാൻ എല്ലാ രാജ്യങ്ങളെയും വിവിധ സംഘടനകളെയും ക്ഷണിച്ചുകൊണ്ടുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായതിനെ തുടർന്ന് 1950 മുതലാണ് മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഔദ്യോഗിക ആരംഭം കുറിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾ പോരാടുന്നത് 4 തരം സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, വിശപ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവയായിരുന്നു അവ. യുദ്ധം അവസാനിച്ച ശേഷം ഈ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഗൗരവപൂർണമായ ചർച്ചകൾ നടന്നു. കൂടാതെ ഈ സമയത്താണ് യുദ്ധാനന്തരമുണ്ടായ ഞെട്ടിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകമറിഞ്ഞത്. അതോടെ നിറം, ലിംഗം, ഭാഷ, മതം ഇവയ്ക്കതീതമായിരിക്കണം മനുഷ്യാവകാശ നിർവചനമെന്ന അഭിപ്രായം ഉരുത്തിരിഞ്ഞു. ഇതായിരുന്നു അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൊതുസമൂഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് എന്ന വിശ്വപ്രസക്തമായ ചിന്താധാര ഉടലെടുത്ത ചരിത്ര നാൾവഴികളെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ ബി അബുരാജിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹം വളരെ മുമ്പ് തന്നെ നടന്നെടുത്തിരുന്നു. 13ാം നൂറ്റാണ്ടിൽ തന്നെ ഇത്തരമൊരു കാഴ്ചപ്പാട് മനുഷ്യ സമൂഹത്തിൽ വളർന്നു വന്നു. 1215 ഒപ്പുവെച്ച മാഗ്ന കാർട്ട ജനാധിപത്യത്തിന്റെ മാത്രമല്ല മനുഷ്യാവകാശ ചിന്തകളുടെയും തുടക്കം കുറിച്ചു. മാഗ്ന കാർട്ടയ്ക്ക് ശേഷം മറ്റ് ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ, വിപ്ലവങ്ങൾ മനുഷ്യ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 1688 സംഭവിച്ച ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിന് ശേഷം 1776 അമേരിക്കയിലെ കോളനികൾ സ്വതന്ത്രമായി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇത്തരത്തിലുള്ള മറ്റൊരു നിർണായകമായ രേഖയാണ്. രാഷ്ട്രീയ ദാർശനികൻ തോമസ് ജെഫേഴ്സൺ ആണ് ആ രേഖ എഴുതിയുണ്ടാക്കിയത്. അതിനുശേഷമുണ്ടായ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് 1789 ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിന്റെ തന്നെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ചരിത്ര സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച്, അന്തസ്സോടെ ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ സംബന്ധിച്ച് വളരെ ഉന്നതമായ കാഴ്ചപ്പാടുകൾ ലോകമാകെ പ്രചരിപ്പിച്ചു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇത് മൂന്നുമായിരുന്നല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങൾ. എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും അടിസ്ഥാനം ഈ 3 മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. 1966 ഡിസംബർ 16 യുഎന്നിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു ദിനമാണ്. അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ശേഷം മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ ഉടമ്പടികൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ദിവസമാണത്. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതായത് രാഷ്ട്രീയമായ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഉടമ്പടി. അതാണ് 1966 അംഗീകരിച്ച ഒരു ഉടമ്പടി. രണ്ടാമത്തേത് സാംസ്കാരിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ്. ഈ 2 രേഖകളും വളരെ വ്യത്യസ്തമായ തലങ്ങളിൽ, ഒന്ന് രാഷ്ട്രീയമായ അവകാശങ്ങളുടേത്, മറ്റൊന്ന് സാമ്പത്തികവും സാംസ്കാരികവുമായ അവകാശങ്ങളുടെ
ഈ രണ്ട് തരത്തിലുള്ള അവകാശങ്ങളുടെയും സമന്വയം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം. ജനനം, വംശം, നിറം, മതം, ലിംഗഭേദം, ഭാഷ, രാഷ്ട്രീയ അഭിപ്രായം, വംശീയ സാമൂഹിക ഉത്ഭവം, സ്വത്ത്, ദേശീയത, താമസസ്ഥലം, ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവി എന്നിവ കണക്കിലെടുക്കാതെ ഒരു മനുഷ്യനെന്ന നിലയിൽ എല്ലാവർക്കും അർഹമായ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു നാഴികക്കല്ലാണ് UDHR എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശത്തിന്റെ സാർവത്രിക പ്രഖ്യാപനം നമുക്കെല്ലാവർക്കും അർഹമായ മൗലിക അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും വിശാലമായ ശ്രേണി വ്യക്തമാക്കുന്നു. കൂടാതെ വിവിധ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖ എന്ന ബഹുമതി കൂടിയുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനയുടെ അടിസ്ഥാനവും ചില രാജ്യങ്ങളിൽ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായ അന്തർധാര എന്ന വിശേഷണം കൂടി UDHRന് ഉണ്ടെന്ന് അധ്യാപകനും ചരിത്ര നിരീക്ഷകനുമായ പ്രൊഫസർ C. രവിചന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. ലോകത്തെ ഏറ്റവും അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റ് 1948 UN യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് 30 സുവർണ നിയമങ്ങൾ. ഈ നിയമങ്ങൾ അനുസരിച്ചാണ് ലോകത്തെ പല ഭരണഘടനകളും അതിന്റെ അവസാന മിനുക്കുപണികളിലേക്ക് കടക്കുന്നത്. ഈ ഡിക്ലറേഷന്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അന്താരാഷ്ട്ര കരാറുകളിൽ ഈ ഡിക്ലറേഷൻ പ്രധാനമാണ്. അതുപോലെ തന്നെ ഭരണതലത്തിലുള്ള തീരുമാനങ്ങളിൽ ലോകമെമ്പാടും പിന്തുടരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഡോക്യുമെന്റ് ആണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ വർഷത്തെ അന്തർദേശീയ മനുഷ്യാവകാശ ദിനാചരണം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. കാരണം ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും രക്ഷ നേടി ഒരു പുതിയ തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മനുഷ്യാവകാശ ദിന പ്രമേയം COVID-19 മഹാമാരിയുമായി ബന്ധപ്പെട്ടതാണ്. റിക്കവർ ബെറ്റർ, സ്റ്റാൻഡ് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക മനുഷ്യാവകാശ ദിന പ്രമേയം. മഹാമാരിയാൽ ആടിയുലഞ്ഞ പൊതുസമൂഹത്തിന്റെ വീണ്ടെടുക്കൽ ശ്രമങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ കേന്ദ്രമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മെച്ചപ്പെട്ട ഒരു പുതിയ ലോകം പടുത്തുയർത്തേണ്ടതിന്റെ ആവശ്യകതയെ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പ്രമേയം. നമുക്കാവശ്യമുള്ള ലോകത്തെ പുനർനിർമ്മിക്കുന്നതിൽ മനുഷ്യാവകാശത്തിന്റെ പ്രാധാന്യം, ആഗോള ഐക്യദാർഢ്യത്തിന്റെ ആവശ്യകത, പരസ്പര ബന്ധവും പങ്കിട്ട മാനവികതയും എന്നിവ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഡിസംബർ 10. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കാനും മഹാമാരിയുടെ വെല്ലുവിളികളെ തരണം ചെയ്യാനും പരാജയങ്ങൾ പരിഹരിക്കാനും അസമത്വങ്ങൾ, വിവേചനം എന്നിവ പാടെ ഒഴിവാക്കി മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് സുപ്രധാനമാണ് എന്ന ഓർമ്മപ്പെടുത്തലിന്റെ കൂടി ദിനമാണിത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മനുഷ്യാവകാശ ദിന വിഷയമായ കൂടുതൽ മികച്ചതായി തിരികെ വരാം, മനുഷ്യാവകാശത്തിനായി നിലകൊള്ളാം എന്ന ചിന്ത കൂടുതൽ പ്രസക്തിയാർജിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെ സ്ഥാനപതിയായ മിഷേൽ ബാഷ്ലെറ്റിന്റെ ഈ വർഷത്തെ ലോക മനുഷ്യാവകാശ ദിന സന്ദേശത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. This year's Human Rights Day falls at a time we'll never forget. COVID-19 has taken us by storm and shaken our world. A tragedy followed by an extraordinary opportunity to recover better. This Human Rights Day is a call to action, a call for all of us to seize this opportunity and build the world we want. For that, we must accept the lessons from this crisis. First one, end discrimination of any kind. Gaps in respecting human rights have made all society more vulnerable. Discrimination, exclusion, and other human rights violation harms us all. The second is reduced widespread inequalities. They keep society standing and can shape a more equitable future. Third, encourage participation, especially from young people. All voices have a right to be heard. Fourth, increase and intensify our resolve and efforts to achieve the Sustainable Development Goals, a concrete agenda for universal human rights. And there's only one way they can be done, by standing up for human rights. Because human rights yield fair and resilient societies. COVID-19 reminds us that we are bound together as one humanity. We must act. Working together, we can recover better. With strong solidarity, we can build a world that is more resilient, sustainable, and just.
ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി വർഷം തോറും ദിനാചരണം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അവകാശ പോരാട്ടങ്ങൾ ഇപ്പോഴും ഇല്ലാതായിട്ടില്ല എന്നത് ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം രൂപപ്പെട്ടിട്ട് 70 വർഷത്തിലധികം ആയെങ്കിലും ഇന്നും ലോകമെമ്പാടും അസമത്വങ്ങളുടെയും വിവേചനങ്ങളുടെയും കഥനകഥകൾ പലപ്പോഴായും കേൾക്കാറുണ്ട്. പല രാജ്യങ്ങളിലും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്നും നടക്കുന്നുമുണ്ട്. ഭൂമിയിലെ ഓരോ വ്യക്തിക്കും അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കി സമൂഹത്തിൽ സ്വൈര്യമായി തലയുയർത്തി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നാളത്തെ തലമുറയ്ക്ക് ഒരു ശുഭഭാവി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂവെന്ന് സാമൂഹിക പ്രവർത്തകനായ ബാബുരാജ് ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. 1948 പാരീസിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭ 30 അനുച്ഛേദങ്ങളുടെ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ആഗോള ജനതയുടെ അവകാശ സംരക്ഷണത്തിന്റെ അടിത്തറയായിരുന്നു ഇത്. തുടർന്ന് 1950 മുതൽ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു തുടങ്ങി. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പിന്നിലെ വലിയ പ്രചോദനമെന്ന് പറയുന്നത് 1215 ഇംഗ്ലണ്ടിൽ റണ്ണിമേഡ് മൈതാനത്ത് അന്നത്തെ ചക്രവർത്തിയായിരുന്ന ജോൺ രണ്ടാമൻ ഒപ്പുവെച്ച മാഗ്ന കാർട്ടയായിരുന്നു. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം തുറന്നു കാട്ടുന്നത് പൊതുസമൂഹത്തിന് മനുഷ്യാവകാശം അഥവാ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള വ്യക്തമായ അവബോധം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വകാര്യത, അതുപോലെ തന്നെയാണ് മതവിശ്വാസം, അഭിപ്രായ പ്രകടനം എന്നിവയ്ക്കുള്ള സംരക്ഷണം, വീട്, ഭക്ഷണം, വസ്ത്രം എന്ന അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയോടുകൂടിയുള്ള ജീവിതം നയിക്കാനുള്ള അവകാശം, വാർദ്ധക്യം, വൈധവ്യം, ശാരീരിക ബലഹീനതകൾ ഉൾപ്പെടെയുള്ള അവശത എന്നീ അവസ്ഥയിൽ ലഭിക്കേണ്ട കരുതൽ, നിയമത്തിനു മുമ്പുള്ള സംരക്ഷണം എന്നിവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ പ്രസക്തി നേടിയ മനുഷ്യാവകാശ നിയമങ്ങളാണ്. ഇതൊക്കെ അടിസ്ഥാന അവകാശങ്ങളായി നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പോരാട്ടങ്ങളും സമരങ്ങളും നടന്നിട്ടുമുണ്ട്. എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്തെങ്ങ് ഇന്നും തുടർക്കഥയാകുന്നത് ദുഃഖിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. കോടിക്കണക്കിന് വ്യക്തികളാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജീവിതം അനുദിനം നയിക്കുന്നത്. ലോകമെമ്പാടും ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പോരാടുന്ന വ്യക്തികൾ ഇന്നുമുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും അഭയാർത്ഥികൾക്കും മറ്റ് പല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും നമുക്കിടയിൽ സ്ഥിരം കാഴ്ചകളാണ്. ഇതൊക്കെ ദർശിക്കാൻ അങ്ങ് ഇറാനിലും സിറിയയിലും പാലസ്തീനിലും പോകേണ്ട കാര്യമില്ല. നമ്മുടെ പത്രത്താളുകളിൽ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഡെയിലി ബേസിസിൽ നടക്കുന്ന ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ കാണാറുണ്ടല്ലോ. ഇതൊക്കെ ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ തന്നെ അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് ആശ്വസിപ്പിക്കുന്ന വസ്തുതയാണ്. കേരളത്തെ വിഴുങ്ങിയ മഹാപ്രളയത്തിൽ നാം കണ്ടത് മാനവരാശിയുടെ ഇന്നും മാഞ്ഞുപോകാത്ത കരുതലിന്റെ മുഖച്ഛായയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും വഴിതെളിയിക്കുന്ന സംഭവങ്ങളാണ്. ഓരോ വ്യക്തിക്കും അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കി സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് ലോകത്തെ കാണുവാൻ കഴിയുമെന്ന് നമുക്ക് ആശിക്കാം. അതാകട്ടെ ഈ മനുഷ്യാവകാശ ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ശുഭഭാവി. ലോകത്തിലെ ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തിൽ മൗലികാവകാശങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോഴാണ് മനുഷ്യാവകാശങ്ങൾക്ക് പുതിയ അർത്ഥം ലഭിക്കുന്നത്. വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക രംഗം, സംസ്കാരം, ആശയവിനിമയം എന്നീ എല്ലാ മേഖലകളിലും മനുഷ്യർക്കുള്ള അടിസ്ഥാന അവകാശങ്ങളും അംഗീകാരങ്ങളും ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ സന്നദ്ധരായ സുമനസ്സുകൾ ഇന്നും നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വലിയ സത്യമാണ്. മാനവരാശിയുടെ അടിസ്ഥാന സ്വഭാവ വിശേഷതയായ മനുഷ്യത്വം നഷ്ടമായി പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന അനേകം സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ ഇന്നും നടക്കുന്നുണ്ട്. നാദിയയും ഗ്രേറ്റയും മലാലയും യാഷ് ഗുപ്തയും ഗീതാഞ്ജലിയും ഒക്കെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനെ പുതിയ മാറ്റങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന കാവൽ മാലാഖമാരാണെന്ന സത്യം നമ്മുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം. ലോകമെമ്പാടും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിയുന്നവരും അതിനുവേണ്ടി പോരാടുന്നവരുമായ ഒരു തലമുറ ഇന്നും നാനാഭാഗങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും പ്രത്യാശയേകുന്നതാണ്. മനുഷ്യത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിവേചനവും അതിക്രമങ്ങളും അസമത്വവും അവകാശ ലംഘനങ്ങളും ഇല്ലാത്ത മാറ്റത്തിന്റെ നവഭൂമി പടുത്തുയർത്തുന്നതിൽ നാളത്തെ യുവതലമുറ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ശുഭപ്രതീക്ഷയോടെ ഉറച്ചു വിശ്വസിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.
ഏകോപനം മയുഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രിയ സുബലക്ഷ്മി. വാർത്താ തരങ്ങിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.